നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 196 പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ചുമതല ഇനി സിഐമാർക്ക്. വയനാട്ടിലെ 6 സ്റ്റേഷനുകൾ പരിഗണനയിൽ. കുറ്റാന്വേഷണവും ക്രമസമാധാന പാലനവും ഇനി 2 വിഭാഗങ്ങൾ. ഉത്തരവ് ഉടൻ. വയനാട് ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. കൽപ്പറ്റ കോടതിയിൽ ജഡ്ജിക്കുന്നവരെ ചെരിപ്പേറ്. ഷൂ എറിഞ്ഞത് പോക്സോ കേസ് പ്രതി. പുൽപ്പള്ളി സ്വദേശിയെ കുട്ടത്ത് കൊല ചെയ്ത് കുളത്തിൽ കെട്ടിത്താഴ്ത്തി. മോട്ടോർ വാഹന പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. സ്വകാര്യ ബസ്സുകളും ടാക്സികളും നിരത്തിലിറങ്ങിയില്ല. KSRTC പതിവ് പോലെ സർവീസുകൾ നടത്തി. പുനരധിവാസ വാഗ്ദാനത്തിന്റെ തടവറയിൽ 300ഓളം ആദിവാസി ജീവിതങ്ങൾ. ശൗചാലയവും വീടുമില്ല. കുടിവെള്ളമില്ലാതെ 30 കുടുംബങ്ങൾ. വയനാട് ന്യൂസ് അന്വേഷണം. മീനച്ചുഴിൽ വയനാട് വെന്തുരുകുന്നു. ചൂടുകൂടാൻ സാധ്യതയെന്ന മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 196 പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ചുമതല ഇനി സിഐമാർക്ക്. വയനാട്ടിലെ 6 സ്റ്റേഷനുകൾ പട്ടികയിൽ. ഇനി മുതൽ കുറ്റാന്വേഷണവും ക്രമസമാധാന പാലനവും വെവ്വേറെ വിഭാഗങ്ങൾക്ക്. നിലവിൽ സംസ്ഥാനത്ത് 11 സ്റ്റേഷനുകളിൽ SHO ചുമതല സിഐമാർക്കാണ്. DGP ലോക്നാഥ് ബെഹ്റ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയാലുടൻ ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങും. ബിഗ് ബ്രേക്കിംഗ്. കുറ്റാന്വേഷണ ചുമതലയും ക്രമസമാധാന പാലനവും വെവ്വേറെ SIമാരുടെ കീഴിലായിരിക്കും നിർവഹിക്കുക. ഇതിനായി സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും 2 SIമാർ വീതമുണ്ടാകും. വയനാട്ടിൽ മാനന്തവാടി, തിരുനെല്ലി, കൽപ്പറ്റ, ബത്തേരി, വെള്ളമുണ്ട, മീനങ്ങാടി പോലീസ് സ്റ്റേഷനുകളിൽ SHO ചുമതല ഉടൻ CIമാർക്ക് കൈമാറുമെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് 1-2 ദിവസത്തിനകം ഉണ്ടാകും. DGP ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉത്തരവുണ്ടാകുമെന്നാണ് കരുതുന്നത്. ആഭ്യന്തര വകുപ്പ് ഉന്നത തലത്തിൽ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞതായാണ് വിവരം. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വനിതാ SIമാരുടെ നേതൃത്വത്തിൽ സ്റ്റേഷൻ തലത്തിൽ പുതിയ സംവിധാനം വരും. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുടെ ചുമതലയിൽ CIമാരെ നിയോഗിക്കുന്നതോടെ 1 വർഷത്തിനകം CI ഓഫീസ് സംവിധാനം നിർത്തലാക്കാനാണ് ആലോചനയെന്നും വിവരമുണ്ട്. ക്രമസമാധാന പാലനവും കുറ്റാന്വേഷണവും 2 SIമാരുടെ ചുമതലയിലാകുന്നതോടെ സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാം എന്നാണ് വിലയിരുത്തൽ. SHO ചുമതല നിലവിൽ എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലെ 11 സ്റ്റേഷനുകളിൽ CIമാർക്കാണ് നൽകിയിരിക്കുന്നത്. ആ സമ്പ്രദായമാണ് 196 സ്റ്റേഷനുകളിൽ ഉടൻ നടപ്പാക്കുക. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. കൽപ്പറ്റ കോടതിയിൽ ജഡ്ജിക്ക് നേരെ ചെരിപ്പേറ്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസ് കൈകാര്യം ചെയ്യുന്ന കൽപ്പറ്റ പോക്സോ കോടതി ജഡ്ജ് പഞ്ചാബ് കേശനെയാണ് പോക്സോ കേസിലെ പ്രതി മേപ്പാടി സ്വദേശി അർമുഖൻ ഷൂ ഊരി എറിഞ്ഞത്. 2014 രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിയായ അർമുഖനെ വിവിധ വകുപ്പുകൾ പ്രകാരം 25 വർഷം തടവിനും 2 ലക്ഷം രൂപ പിഴയ്ക്കും വിധിച്ചതിന്റെ പ്രകോപനത്തെ തുടർന്നാണ് ഷൂ എറിഞ്ഞതെന്നാണ് സൂചന. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിക്കെതിരെ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തു. അയൽവാസിയായ 12 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് അർമുഖനെ കോടതി ശിക്ഷിച്ചത്. നെഞ്ചിൽ ഏറുകൊണ്ട ജഡ്ജിയെ കൽപ്പറ്റ ഗവൺമെന്റ് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. കൽപ്പറ്റ കോടതിയിൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. വയനാട് ന്യൂസ്, കൽപ്പറ്റ. പുൽപ്പള്ളി സ്വദേശിയുടെ മൃതദേഹം തോൽപ്പെട്ടിക്കടുത്ത് കുട്ടത്ത് സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലെ കുളത്തിൽ കണ്ടെത്തി. കൈകൾ കൂട്ടിക്കെട്ടി മരത്തടി കെട്ടി താഴ്ത്തിയ നിലയിലായിരുന്നു മൃതദേഹം. പുൽപ്പള്ളി ചീയമ്പം കേളക്കവല ബാബുവിന്റെ മകൻ സുരേഷിന്റെ മൃതദേഹമാണ് കുളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തിയത്. പുൽപ്പള്ളി കേളക്കവല സുരേഷിന്റെ മൃതദേഹമാണ് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ കർണാടക കുട്ടത്തെ നത്താങ്കല്ല് മച്ചിമട സുബ്ബയ്യ എന്ന വ്യക്തിയുടെ എസ്റ്റേറ്റിലെ കുളത്തിൽ കണ്ടെത്തിയത്. കൈകൾ കൂട്ടിക്കെട്ടിയ ശേഷം മരത്തടി കെട്ടി താഴ്ത്തിയ നിലയിലുള്ള മൃതദേഹം പിന്നീട് കുളത്തിൽ പൊങ്ങുകയായിരുന്നു. എസ്റ്റേറ്റിലെ കുരുമുളക് പറിക്കാനെത്തിയ സുരേഷിന്റെ കൂടെയുണ്ടായിരുന്നവർ ഒളിവിലാണ്. ഇവരെ കേന്ദ്രീകരിച്ച് കുട്ടം CIയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. 5 ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം കുട്ടം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി കുട്ടം സർക്കാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വയനാട് ന്യൂസ്, മാനന്തവാടി. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. തൃശ്ശേരി അമക്കട്ട് റോഡ് ദിവാകരന്റെ മകൻ അനൂപാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. ഇന്ന് കാലത്ത് 9:40 മേപ്പാടി വിംസ് ആശുപത്രിയിലായിരുന്നു മരണം. കഴിഞ്ഞ ഞായറാഴ്ച മാനന്തവാടി ചെറ്റപ്പാലത്ത് വെച്ച് അനൂപും സുഹൃത്തും സഞ്ചരിച്ച ബൈക്ക് ടിപ്പറുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കാട്ടാനയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. ബാവലിയിലെ ലൈലയ്ക്കാണ് പരിക്കേറ്റത്. തോളലിന് ഗുരുതരം പരിക്കേറ്റ ലൈലയെ മാനന്തവാടി ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടിൽ വിറക് ശേഖരിക്കുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായത്.
കൊട്ടിയൂർ പീഡനം DNA പരിശോധനാ റിപ്പോർട്ട് പുറത്ത്. പീഡനത്തിൽ 16-കാരി പ്രസവിച്ച കുഞ്ഞ് ഫാദർ റോബിൻ വടക്കഞ്ചേരിയുടേതാണെന്ന് തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. ഫലം പോസിറ്റീവാണെന്ന റിപ്പോർട്ട് കോടതിക്കും പോലീസിനും ലഭിച്ചു. ഫാദർ റോബിന്റെയും പെൺകുട്ടിയുടെയും നവജാത ശിശുവിന്റെയും രക്തസാമ്പിളുകളാണ് പരിശോധിച്ചത്. ആദിവാസി യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവാവ് അറസ്റ്റിൽ. കുടക് സ്വദേശി തോട്ടുങ്ങൽ രത്നാസ് എന്ന മുത്തുവിനെയാണ് പനമരം പോലീസ് അറസ്റ്റ് ചെയ്തത്. 19 വയസ്സുള്ള ആദിവാസി യുവതിയെയാണ് വിവാഹ വാഗ്ദാനം നൽകി ഇയാൾ പീഡിപ്പിച്ചത്. നടവയലിലെ വാടക റൂമിൽ വെച്ചാണ് യുവതിയെ പീഡിപ്പിച്ചത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. മോട്ടോർ വാഹന പണിമുടക്ക് വയനാട്ടിൽ പൂർണ്ണം. സ്വകാര്യ ബസ്സുകളും ഓട്ടോറിക്ഷകളും ഓടിയില്ല. ടാക്സി, ടെമ്പോ, ടിപ്പർ, ലോറി, മിനി ലോറി സർവീസുകളും നിർത്തിവെച്ചു. കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി നഗരങ്ങളിൽ ഭൂരിഭാഗം കടകമ്പോളങ്ങളും അടച്ചിട്ടതോടെ ജില്ലയിൽ ഹർത്താലിന്റെ പ്രതീതിയായിരുന്നു. ഇൻഷുറൻസ് പ്രീമിയം തുക വർധനയിലും നികുതി വർധനയിലും പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനാണ് 24 മണിക്കൂർ മോട്ടോർ വാഹന പണിമുടക്ക് ആഹ്വാനം ചെയ്തത്. KSRTC പതിവ് പോലെ സർവീസുകൾ മുടക്കമില്ലാതെ നടത്തി. BMS ഒഴികെ സംഘടനകളാണ് പണിമുടക്കിൽ പങ്കെടുത്തത്. ഓട്ടോറിക്ഷകളും ടാക്സികളും സ്വകാര്യ ബസ്സുകളും ഒന്നടങ്കം സമരത്തിൽ പങ്കെടുത്ത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. ചിലയിടങ്ങളിൽ ചരക്ക് ലോറികളെയും മറ്റും സമരാനുകൂലികൾ തടയാൻ ശ്രമിച്ചതായി റിപ്പോർട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഒരിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇൻഷുറൻസ് പ്രീമിയം തുകയും നികുതിയും വാഹന ഉടമകൾക്ക് താങ്ങാനാവാത്ത അനുപാതത്തിലാണ് വർദ്ധിപ്പിച്ചതെന്ന് INTUC താലൂക്ക് പ്രസിഡന്റ് KM വർഗീസ്, CITU ഏരിയ സെക്രട്ടറി KN കൃഷ്ണൻ, INTUC ജില്ലാ സെക്രട്ടറി അനിൽ എന്നിവർ വയനാട് ന്യൂസിനോട് പറഞ്ഞു. വരെയാണ് മോട്ടോറിൻ്റെ ഇൻഷുറൻസ് ചാർജ് വർദ്ധിപ്പിച്ചത്. അത് ഇവിടെ പ്രൈവറ്റ് വാഹനങ്ങളായാലും ശരി, മറ്റുള്ള വാഹനങ്ങളാണെങ്കിലും എല്ലാ വാഹനങ്ങൾക്കും ഒരേമാതിരി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ കരിനിയമം ഇത് ഇവിടെ കേരളത്തിൽ നടപ്പാകില്ല എന്നുള്ളത് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ ഇനിയും തുടർന്നും. മറ്റൊന്ന് പറയാനുള്ളത്, ഈ മോട്ടോർ മേഖലയെ തകർക്കുന്ന ഇത്തരത്തിലുള്ള ഈ നിയമങ്ങൾ, കരിനിയമങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ ഭാവിയിലും ഇനി അങ്ങോട്ട് ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഈ സംയുക്ത സംഘടന എന്നുള്ള നേതൃത്വം കൊടുക്കുമെന്നാണ് പറയാം. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ചരക്കുമായി വന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും പൊതുജനങ്ങൾക്കും വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ ഭക്ഷണം വിതരണം ചെയ്തു. വയനാട് ന്യൂസ്, ബത്തേരി. മാനന്തവാടിയിലും മോട്ടോർ വാഹന പണിമുടക്ക് പൂർണ്ണം. സ്വകാര്യ ബസ്സുകളും ഓട്ടോറിക്ഷകളും ടാക്സി സർവീസുകളും മുടങ്ങി. KSRTC ബസ്സുകൾ സർവീസ് നടത്തി. കടകമ്പോളങ്ങൾ ജില്ലയിലെ മറ്റ് നഗരങ്ങളെപ്പോലെ ഭാഗികമായി മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത്. പുനരധിവസിപ്പിക്കുമെന്ന വാഗ്ദാനത്തിന്റെ തടവറയിൽ ബഹുമാനപ്പെട്ട സർക്കാർ വകുപ്പുകൾ. പുൽപ്പള്ളി കൊട്ടമരട്ട കോളനിയിലെ നരകജീവിതം വിധിച്ചിരിക്കുകയാണ് 37 ആദിവാസി കുടുംബങ്ങളിലെ 300ഓളം മനുഷ്യജന്മങ്ങൾക്ക്. ജയിലുകളിൽ കൊടുങ്കുറ്റവാളികൾക്ക് പോലും മൃഷ്ടാന്ന ഭക്ഷണവും ലഹരി ഉപയോഗവും ലഭ്യമാക്കുന്ന അധികാരികൾ. പക്ഷേ ഈ മനുഷ്യജീവിതങ്ങൾക്ക് കുടിവെള്ളവും വീടും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ്. പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പേരിൽ മുതലക്കണ്ണീർ വാർക്കുന്നവരുടെ കാഴ്ചയ്ക്കും അപ്പുറത്ത് താമസിക്കുന്ന ഇവിടുത്തെ മനുഷ്യർക്ക് മലമൂത്ര വിസർജനത്തിന് ഈ OTF കാലത്തും കാട്ടിൽ പോകണം. വയനാട് ന്യൂസ് അന്വേഷണം. കുഞ്ഞു കുട്ടികളടക്കം 300ഓളം പേരാണ് കൊട്ടമരട്ട കോളനിയിൽ താമസിക്കുന്നത്. ഇവിടെ ആവശ്യത്തിന് ശൗചാലയങ്ങളില്ല. പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ ഈ പാവം മനുഷ്യർ ഇപ്പോഴും കാട് കയറുകയാണ്. കുടിവെള്ളക്ഷാമം കൊണ്ട് പൊറുതിമുട്ടുകയാണിവർ. കോളനിക്ക് സമീപത്തെ മാലിന്യം നിറഞ്ഞ വെള്ളം കുടിക്കണം. ഒഴുകിയെത്തുന്ന മലിനജലം കിണറിലെ വെള്ളത്തിൽ കലരുന്നതിനാൽ കിണറ്റുവെള്ളവും മലിനമായി. ഇത് കുടിക്കാതിരിക്കാൻ ഇവർക്ക് നിർവാഹമില്ല. ഭൂരിഭാഗം വീടുകളും ഏതു സമയത്തും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ആദിവാസി ഭവന പദ്ധതികൾ നടപ്പാക്കുന്നവർക്കൊന്നും ഇവിടെ കൊട്ടമരട്ട കോളനി ഉണ്ടെന്ന കാര്യം അറിയില്ലെന്ന് തോന്നുന്നു. 3-4 കുടുംബങ്ങൾ താമസിക്കുന്നത് ഇടിഞ്ഞു വീഴാറായ വീടുകളിലാണ്. ഒരു തുണ്ട് ഭൂമി ആഗ്രഹിച്ച് മുത്തങ്ങ ഭൂസമരത്തിൽ ഈ കോളനിയിൽ നിന്ന് ഒട്ടേറെ പേർ പങ്കെടുത്തിരുന്നു. ഇവരെ ഇവിടെ നിന്ന് മാറ്റി 1 ഏക്കർ സ്വപ്നഭൂമിയിൽ പുനരധിവസിപ്പിക്കുമെന്ന് മുത്തങ്ങ സമരത്തിന് ശേഷം പ്രസംഗിച്ച് നടന്ന വായാടികളാരും പിന്നെ ഈ കോളനിയിലേക്ക് വന്നിട്ടില്ലെന്ന് കോളനിക്കാർ പറയുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് വോട്ട് തേടി രാഷ്ട്രീയ പ്രവർത്തകരും ജനപ്രതിനിധികളും ഇതുവഴി വരാറുള്ളത്. മുത്തങ്ങ സമരത്തിൽ ജാനുവിനും ഗീതാനന്ദനുമൊപ്പം പങ്കെടുത്തവരായതുകൊണ്ട് ഈ കോളനിക്കാരോട് വരേണ്യ രാഷ്ട്രീയ നേതൃത്വം പകപോക്കുകയാണെന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല. പുനരധിവാസം എന്ന വാഗ്ദാനം കേട്ട് സമരം ചെയ്തവരുടെ തലമുറ ജീവിച്ചു തീരാറായിട്ടും അധികാരികൾ കണ്ണു തുറന്നിട്ടില്ലെന്നത് ആരെയും നടുക്കുന്നതാണ്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ജന്മിത്തം അവസാനിപ്പിച്ചത് പ്രാർത്ഥന കൊണ്ടല്ല, തൊഴിലാളികളും കമ്മ്യൂണിസ്റ്റുകളും നടത്തിയ നിരന്തര പ്രക്ഷോഭങ്ങൾ കൊണ്ടാണെന്ന് CPI ജില്ലാ സെക്രട്ടറി വിജയൻ ചെറുകര. ചെമ്പ്ര ലോക്കൌട്ട് പ്രശ്നത്തിൽ തോട്ടം ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് AITUC സംഘടിപ്പിച്ച 36 മണിക്കൂർ രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
ചെമ്പ്ര എസ്റ്റേറ്റിൽ 300-ൽ പരം തൊഴിലാളികൾ ഇപ്പോൾ സമാധാനപരമായി സമരം ചെയ്യുകയാണ്. ക്ഷമകെട്ട് കഴിഞ്ഞാൽ തോട്ടമുടമയുടെ തിരുവനന്തപുരത്തെ കൊട്ടാരം വളയുന്ന പ്രക്ഷോഭത്തിന് ട്രേഡ് യൂണിയനുകൾ നേതൃത്വം കൊടുക്കുമെന്ന് വിജയൻ ചെറുകര പറഞ്ഞു. ഈ വഹാബുമാരുടെ മുതലാളിമാരുടെ കോടീശ്വരന്മാരുടെ സൗന്ദര്യം കണ്ടിട്ടല്ല, അവരുടെ തറവാടിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, അവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ആ നിയമത്തിൽ നിന്ന്, ഭൂപരിഷ്കരണത്തിൽ നിന്ന് തോട്ടങ്ങളെ പ്ലാന്റേഷനിലേക്ക് ഒഴിവാക്കി കൊടുത്തത്. ഇപ്പൊ മൂപ്പരൊക്കെ ചെയ്യുന്നത് കണ്ടാൽ തോന്നും അതൊക്കെ മൂപ്പർക്ക് താവഴിയായിട്ട് എന്തോ ലഭിച്ചതാണ്. ആ മുറവിളി എല്ലാ കാലത്തും അങ്ങനെ സമാധാനപരമായിരിക്കുമെന്ന് വഹാബ് കരുതേണ്ടതില്ല. ആ മുതലാളി കിടന്നുറങ്ങുന്ന കൊട്ടാരത്തിന് മുകളിലേക്ക് ഈ പാവപ്പെട്ട തൊഴിലാളിയുടെ പ്രതിഷേധങ്ങൾ പന്തരൂപത്തിൽ പറന്നിറങ്ങുകയും ആ കൊട്ടാരങ്ങൾക്ക് തീപിടിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമുണ്ടാകുമെന്ന് വഹാബ് ഓർത്തിരിക്കണം. ചെമ്പ്ര മാത്രമല്ല, HML-ൻ്റെയും ടാറ്റായുടെയും ഉടമസ്ഥതയിലുള്ള തോട്ടങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. ഭൂമി കയ്യേറ്റ പ്രശ്നങ്ങളും പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി ഒഴിഞ്ഞു തരാത്ത വിഷയങ്ങളുമുണ്ട്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് മെയ് മാസത്തിൽ AITUC സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്ന് സമാപന സമ്മേളനത്തിൽ A. ബാലചന്ദ്രൻ പറഞ്ഞു. PK മൂർത്തി, മഹിത മൂർത്തി, ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രനാണ് രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തത്. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. പാമ്പ്ര എസ്റ്റേറ്റ് തൊഴിലാളി കുടുംബ മഹാസംഗമം ഏപ്രിൽ 2-ാം തീയതി IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ചേലക്കൊല്ലി ലേബേഴ്സ് ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ CK ശശീന്ദ്രൻ MLA മുഖ്യപ്രഭാഷകനായിരിക്കും. പാമ്പ്ര എസ്റ്റേറ്റ് പാടി ഗ്രൂപ്പിന്റെ കൈത്താങ് കാരുണ്യനിധി നൌഷാദ് കുന്നമ്പറ്റ വിശദീകരിക്കും. രുക്മണി സുബ്രഹ്മണ്യൻ, ജിതേന്ദ്രനാഥ് എന്നിവർ സംസാരിക്കും. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് സംഗമം. 2:30 മുതൽ സ്വരലയ ഓർക്കസ്ട്രയുടെ ഗാനമേളയും അവതരിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. പാമ്പ്ര എസ്റ്റേറ്റ് തൊഴിലാളികളുടെയും അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫുകളുടെയും എല്ലാം ഒരു മഹാകുടുംബ സംഗമം ഈ വരുന്ന ഞായറാഴ്ച ഏപ്രിൽ 2-ാം തീയതി രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നടത്തപ്പെടുകയാണ്. ആയതിലേക്ക് ആ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട എല്ലാവരും കുടുംബസമേതം എത്തിച്ചേരണമെന്ന് ഈ പാമ്പ്ര എസ്റ്റേറ്റ് തൊഴിലാളി കമ്മിറ്റിയുടെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ അവശരായവരെ സഹായിക്കാൻ ഈ പാമ്പ്ര എസ്റ്റേറ്റ് പാടി ഗ്രൂപ്പ് എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മളൊരു കാരുണ്യ പ്രവർത്തനം നടത്തി വരുന്നുണ്ട് മാസങ്ങളായിട്ട്. അപ്പോൾ ആ ഒരു കാരുണ്യ പ്രവർത്തനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ സംഗമം. അപ്പോൾ അതിലേക്ക് എല്ലാവരുടെയും ഒരു ഒത്തുചേരൽ വൻ വിജയമാക്കി തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വടുവഞ്ചാൽ വട്ടത്തുവയൽ 60 ഏക്കറിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. പാട്ടത്തിനടുത്ത് സ്വകാര്യ കർഷകൻ കൃഷി ചെയ്ത വാഴകൃഷിയാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. രോഗിയായ തകിടിയേൽ ജോസ് എന്ന കർഷകൻ സ്വകാര്യ തോട്ടയുടമയോട് പാട്ടത്തിനടുത്ത ഭൂമിയിൽ നട്ടുവളർത്തിയ 1500 വാഴയിൽ 400ഓളം വാഴയാണ് കഴിഞ്ഞ രാത്രി കാട്ടാന കൂട്ടമിറങ്ങി നശിപ്പിച്ചത്. പറമ്പിലുണ്ടായിരുന്ന കവുങ്ങും മറ്റു കൃഷികളുമെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. കുരങ്ങ്, പന്നി ശല്യത്തെ അതിജീവിച്ച് വല്ല വിധത്തിലും കൃഷി വളർത്തിയെടുത്താൽ അത് കാട്ടാന നശിപ്പിക്കും എന്നതാണ് പ്രദേശത്തെ സ്ഥിതിയെന്ന് കർഷകർ പറയുന്നു. ആൾക്കാരെല്ലാവരും ഓടിച്ചു വിട്ടു, എന്നാലും ഇങ്ങനെ ഇത്ര നശിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ കുരങ്ങാണ് കണ്ടമാൻ നശിപ്പിക്കുക. കുരങ്ങ് ഞങ്ങൾ മീൻ്റെ ഇത് കിട്ടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മീൻ ചെയ്യിച്ച് തൂണ് വഴി കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഏകദേശം എത്ര വാഴകൾ നശിപ്പിച്ചിട്ടുണ്ടാവും? 400-500 വാഴകൾ നശിപ്പിച്ചിട്ടുണ്ടാവും. ചക്കക്കാലമായതോടെ നിലമ്പൂർ അതിർത്തി വനങ്ങളിൽ നിന്ന് തീറ്റ തേടിയെത്തുന്ന കാട്ടാനക്കൂട്ടമാണ് കൃഷി നശിപ്പിച്ചത്. വയനാട് ന്യൂസ്, മേപ്പാടി. അമ്പലവയൽ വില്ലേജിലെ ആദിവാസികളുടെ ശ്മശാനഭൂമി തിരിച്ചുപിടിച്ച് മൃതദേഹം സംസ്കരിച്ചതായി ഹിന്ദു ഐക്യവേദി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 60 സെന്റ് വിസ്തൃതിയുണ്ടായിരുന്ന ആദിവാസി ശ്മശാനഭൂമി സമീപത്തെ വ്യക്തി കയ്യേറുകയും ഇതോടെ ശ്മശാനഭൂമി 3 സെന്റായി ചുരുങ്ങുകയും ചെയ്തതായി ഇവർ ആരോപിച്ചു. ഇതോടെ 30 കുടുംബങ്ങൾ ഉൾപ്പെടുന്ന കൊട്ടമ്പം കോളനിവാസികൾക്ക് മൃതദേഹം മറവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭൂമി കയ്യേറ്റത്തിനെതിരെ കളക്ടറേറ്റിലും വില്ലേജ് ഓഫീസിലും പരാതി നൽകിയിരുന്നു. ഈ സംഭവത്തിൽ ഉടൻ നടപടിയെടുക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ സ്വകാര്യ വ്യക്തി സ്വാധീനം മൂലം ഉത്തരവ് അട്ടിമറിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. ഇനി സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്ത് മൃതദേഹം സംസ്കരിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഭൂമി ഇവർ വിലയ്ക്ക് വാങ്ങിച്ചതോടുകൂടി ഈ ശ്മശാന ഭൂമി പണിയ വിഭാഗത്തിന് കൊടുത്ത ഈ ശ്മശാന ഭൂമിയുടെ ഭാഗം ക്രമേണ ഇവർ കയ്യേറാൻ തുടങ്ങി. അങ്ങനെ കയ്യേറി ഈ പണിയ വിഭാഗത്തിന് അവരുടെ ശവം മറവ് ചെയ്യുന്നതിന് വേണ്ടി 3 സെന്റ് സ്ഥലമായി ചുരുങ്ങി.
അപ്പോൾ അവരുടെ കോളനിയിൽ വീണ്ടും ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ ഈ മരിച്ചു മുമ്പ് അടക്കം ചെയ്ത ആ സ്ഥലത്ത് തന്നെ വേണം ഇവർക്ക് ഈ ആൾക്കാരെ അടക്കം ചെയ്യാൻ. അതേ അവസ്ഥ വരികയും ഹിന്ദു ഐക്യവേദി, യുവമോർച്ച എന്നീ സംഘടനകൾക്ക് പരാതി കിട്ടുകയും അതിന്റെ വസ്തുതകൾ വെച്ച് ഞങ്ങൾ അന്വേഷിച്ചു. നെന്മേനി പഞ്ചായത്ത് നമ്പിക്കൊല്ലി കരിയൻ കോളനി തോട്ടിലെ തടയണകൾ പൊളിച്ചു നീക്കിയതായി പരാതി. നടപ്പാത പൊളിച്ചതുമായി ഇവിടെ നേരത്തെ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ സ്ഥലം പരിശോധിച്ചു. തടയണകൾ പൊളിച്ചു നീക്കിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റ് സി കറുപ്പൻ അറിയിച്ചു. ഗതി മാറ്റി ഈ സൈഡിലേക്കാക്കി. അപ്പോൾ നാട്ടുകാർക്ക് വിഷയം വന്ന് ഈ തിണ്ടൊക്കെ ഇടിഞ്ഞു പോയി എന്നുള്ള ഭയങ്കര വിഷയമൊക്കെ വന്ന് ഒരു മധ്യസ്ഥരൊക്കെ പറഞ്ഞ് നിർത്തിയതാണിത്. ഒരു നല്ല രീതിക്ക് നിർത്തി വെച്ചതാണ്. ഇപ്പോൾ ഒരു അറിയിപ്പും കൂടാതെ ഈ പഞ്ചായത്തിൻ്റെ ആസ്തി ഉപയോഗിച്ച് കിട്ടിയ തടയണയൊക്കെ വലിച്ച് പുറത്തിട്ട് ഒരു എന്താ പറയുക, ഒരു ഗുണ്ടായസ ലെവലിലേക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന് എന്തായാലും നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിയമങ്ങൾ കർശനമാണെന്ന് അധികൃതർ പറയുമ്പോഴും കർണാടകയിൽ നിന്ന് കബനി തീരം വഴി രേഖകളില്ലാതെ കാലിക്കടത്ത് സജീവമാകുന്നു. എച്ചിരിക്കോട്ടയിൽ നിന്ന് ബേഗൂർ ഗുണ്ടറ വനത്തിലൂടെയാണ് പല സംഘങ്ങളായി കാലികളെ കടത്തുന്നത്. ഹാൻഡ് പോസ്റ്റ് ചന്തയിൽ നിന്നും കൊണ്ടുവരുന്ന കാലികളെ കർണാടക വനപാലകർക്കും പോലീസിനും മാമൂൽ നൽകിയാണ് പുൽപ്പള്ളിയിലെത്തിക്കുന്നത്. പരിശോധനകളില്ലാത്തതിനാൽ രോഗം ബാധിച്ച കന്നുകാലികളെ പോലും ഇവിടങ്ങളിലേക്ക് എത്തിക്കുന്നത് പതിവാണ്. അറവുമാടുകളെ കടത്താൻ പല കള്ളക്കളികളാണ് ഇവിടെ നടക്കുന്നത്. കൊളവള്ളി, വണ്ടിക്കടവ് എന്നിവിടങ്ങളിലൂടെയാണ് കാലികളെ ജില്ലയിലെത്തിക്കുന്നത്. രോഗം ബാധിച്ച കന്നുകാലികളെ പോലും വനങ്ങളിലെത്തിച്ച് കുറഞ്ഞ വിലയ്ക്ക് ഇറച്ചിക്കായി വിൽക്കുന്ന സംഘങ്ങളും ഇവിടങ്ങളിലേറെയാണ്. രോഗം ബാധിച്ച കന്നുകാലികളെ കൊണ്ടുവരുന്നത് മൂലം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ കാരണമാകുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. കാലികളെ ജില്ലയിലേക്ക് കടത്തുന്നത് യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെയാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രതിരോധ കുത്തിവയ്പ് നടത്താതെ അതിർത്തി കടത്തരുതെന്നാണ് നിയമം. എന്നാൽ മലയാളി കച്ചവടക്കാരെ അടുപ്പിക്കാതെ കർണാടകയിൽ നിന്നുള്ള മൊത്ത വ്യാപാരികൾ തന്നെയാണ് കാലികളെ വനങ്ങളിലൂടെ കൊണ്ടുവരുന്നത്. കബനി നദി വറ്റി വരണ്ടതോടെ കൊളവള്ളി വഴിയാണ് കാലികടത്ത്. ഇതുമൂലം അതിർത്തി ഗ്രാമങ്ങളിലെ വളർത്തുമൃഗങ്ങൾക്ക് രോഗം വർദ്ധിക്കാനും കാരണമാകുന്നുണ്ട്. അറവുമാടുകളെ കൊണ്ടുവരുന്നതിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മാട്ടിറച്ചിക്ക് വില കുത്തനെ ഉയരാൻ കാരണമാകുമെന്ന് പ്രചരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. രോഗം ബാധിച്ച കാലികളെ ജില്ലയിലേക്ക് കടത്തുന്നത് നിയന്ത്രിക്കാൻ മൃഗസംരക്ഷണ വകുപ്പോ പോലീസോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന വയനാട്ടിലെ ആദ്യ അംഗൻവാടിയുടെ പ്രവൃത്തിക്ക് തുടക്കമായി. എടവക അത്തേരി അംഗൻവാടിയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ അനുവദിക്കുന്ന പരമാവധി തുകയായ 5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്നത്. ബാക്കി തുക പഞ്ചായത്ത് നൽകും. അത്തരി അംഗൻവാടി വർഷങ്ങളായി വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സാധ്യത പ്രയോജനപ്പെടുത്തി അംഗൻവാടി നിർമ്മിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. ഇതിന് പിന്തുണയായി NRGയും രംഗത്തു വന്നു. എന്നാൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പരമാവധി അനുവദിക്കാവുന്ന തുക 5 ലക്ഷം രൂപ മാത്രമായിരുന്നു. എന്നാൽ അംഗൻവാടിയുടെ മൊത്തം ചെലവിന് ആവശ്യമായ തുക 8,30,000 രൂപയാണ്. 3,30,000 രൂപ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും പഞ്ചായത്ത് അനുവദിക്കുകയും ചെയ്തു. ഇതോടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജില്ലയിൽ നിർമ്മിക്കുന്ന ആദ്യ അംഗൻവാടി അത്തേരിക്കുന്നിലെ ഈ അംഗൻവാടിയായി മാറി. പ്രവൃത്തിയുടെ ഉദ്ഘാടനം എടവക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ വിജയൻ നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിൽസൺ തൂപ്പുംകര അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ ഷീല കമലാക്ഷി, മനു കുഴുവേലി, ആഷ മോജോ, PR വെള്ളൽ, P വത്സൻ, പ്രീത എന്നിവർ സംസാരിച്ചു. NRGയുടെ സാധ്യത ഈ സമയത്ത് ഇപ്പം അതിന് സൂചിച്ചതുപോലെ 78 ലക്ഷം രൂപയോളം നമ്മൾ ഈ സാമ്പത്തിക വർഷം, ഈ ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്. അപ്പോൾ ഈ സാമ്പത്തിക വർഷം തന്നെ ഈ അംഗൻവാടി ബിൽഡിംഗ് കൺവേർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുക എന്നുള്ളത് നമ്മുടെ ഇടവക ഗ്രാമപഞ്ചായത്ത് സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. വയനാട് ന്യൂസ്, മാനന്തവാടി. മീനച്ചൂടിൽ വയനാട് വെന്തുരുകുന്നു. പകൽ താപനിലയ്ക്കൊപ്പം രാത്രി താപനിലയും ഉയർന്നതോടെ ജില്ല അത്യുഷ്ണത്തിൽ പുകയുകയാണ്. ഒരാഴ്ചയെങ്കിലും ഇതേ നില തുടരും. ചൂട് ഇനിയും കൂടാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജില്ലയിൽ ചൂട് അസഹ്യമാം വിധം കൂടുന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ താപനില ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ്. അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ കണക്കുപ്രകാരം ജില്ലയിൽ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫെബ്രുവരി 27-നും മാർച്ച് 23-നുമാണിത്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനില 33.2 ഡിഗ്രി സെൽഷ്യസ് ആണ്.
എന്നാൽ 2014 മാർച്ച് 30-ന് 35 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയിരുന്നു. ഫെബ്രുവരിയിൽ 35 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തുന്നത് ജില്ലയുടെ ചരിത്രത്തിലാദ്യമായാണ്. രാത്രിയിലെ ചൂടിന്റെ ഇരട്ടിയിലധികമാണ് പകൽ അനുഭവപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ 19 ഡിഗ്രി സെൽഷ്യസാണ് രാത്രികാലത്തെ താപനില. കഴിഞ്ഞ വർഷം ഇത് 22 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. വേനൽ ചൂട് കടുത്തതോടെ വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. വരും ദിവസങ്ങളിൽ ഇനിയും ചൂട് കൂടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം. സൂര്യനിൽ നിന്നുള്ള ചൂട് മാത്രമേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ രേഖപ്പെടുത്തുന്നുള്ളൂ. സൂര്യപ്രകാശം ആഗിരണം ചെയ്ത ശേഷം കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന ചൂട് കൂടിയാവുമ്പോൾ താപം ഇതിലും കൂടും. അന്തരീക്ഷത്തിൽ ചൂട് കൂടിയെങ്കിലും കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായ വേനൽ മഴ അല്പം ആശ്വാസം പകർന്നിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മഴയുടെ അളവിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഇതുവരെ 150 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഇതിന്റെ പാതിയിൽ താഴെ മാത്രമായിരുന്നു മഴ. വയനാട് ന്യൂസ്, കൽപ്പറ്റ. കബനി ശുദ്ധജല പദ്ധതിയുടെ കുടിവെള്ളം പുൽപ്പള്ളിയിലെ പല മേഖലകളിലും ദിവസങ്ങളായി ലഭിക്കാതെ വന്നതോടെ പുൽപ്പള്ളി ടൗൺ പരിസരങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി. കബനി നദിയിൽ കബനി കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് നടത്തുന്ന സ്ഥലത്ത് ജലവിധാനം കുത്തനെ താഴ്ന്നതും കുടിവെള്ള പദ്ധതിയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. പുൽപ്പള്ളി, താന്നിത്തെരുവ്, ആനപ്പാറ, കാപ്പിസെറ്റ്, ഏരിയപ്പള്ളി, വാടാനക്കവല, ചുണ്ടക്കൊല്ലി തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് കബനി കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ച് കഴിയുന്നത്. സാങ്കേതിക കാരണങ്ങളാൽ ആഴ്ചകളായി ഇവിടെ കുടിവെള്ളം എത്തിയിട്ട് കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ പല ദിവസങ്ങളിലും പൊട്ടുന്നതും വെള്ളം പാഴായി ഒഴുകുന്നതും കുടിവെള്ളക്ഷാമത്തിന് പ്രധാന കാരണമാണ്. ജലവിധാനം കുത്തനെ താഴ്ന്നതുമൂലം മരക്കടവ് പമ്പ് ഹൗസിൽ നിന്നുള്ള പമ്പിംഗ് ഏത് സമയവും നിലയ്ക്കും. വേനൽ കനത്തതോടെ പലരും കുടിവെള്ളം വില കൊടുത്തു വാങ്ങുകയാണ്. ഇതും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന സ്ഥിതി ഉണ്ടാക്കിയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയിലും ത്രിതല പഞ്ചായത്ത് അധികൃതർക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും ജലക്ഷാമത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. കബനി കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് കണക്ഷൻ എടുത്തവരാണ് മറ്റു മാർഗങ്ങളില്ലാതെ ഏറെ വലയുന്നത്. മെയ് മാസം 30 വരെ കുഴൽക്കിണർ കുഴിക്കുന്നതിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയതും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലെല്ലാം കുഴൽക്കിണർ കുഴിക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ജില്ലയിൽ കുഴൽക്കിണർ കുഴിക്കുന്നതിന് കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് കുടിവെള്ള വിതരണം ചെയ്യാമെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും പുൽപ്പള്ളി പഞ്ചായത്ത് അതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ട് പുൽപ്പള്ളി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. SBI SBT ലയനത്തിന്റെ മറവിൽ പുൽപ്പള്ളി മേഖലയിൽ കർഷകരുടെ ലോണുകൾ പുതുക്കി നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി ബാങ്കുകൾ പലിശയും മുതലും കൂട്ടി വായ്പകൾ ബലമായി പുതുക്കുന്നതായി ആരോപണം. വായ്പാത്തുക പലിശയും പിഴപ്പലിശയും കൂട്ടി പെരുക്കി പുതിയ പലിശ വ്യവസ്ഥയുള്ള ലോണാക്കി മാറ്റുന്ന പരിപാടിയാണ് നടക്കുന്നതെന്നും വായ്പക്കാർക്ക് പലിശയിളവ് ആനുകൂല്യം ലഭിക്കുന്നില്ലെന്നും പരാതി. കർഷകരുടെ ലോണുകൾ ബാങ്ക് അധികൃതർ 500,000 രൂപ വാങ്ങി പുതിയ ലോണാക്കി മാറ്റുകയാണ്. ഇതുമൂലം വർഷങ്ങളായി കുടിശ്ശികയുള്ള കർഷകരുടെ വായ്പത്തുക ഇരട്ടിയായി വർദ്ധിക്കാൻ കാരണമാകുന്നു. പിഴപ്പലിശയും കൂട്ടുപലിശയും ഉൾപ്പെടെ പുതിയ ലോണിൻ്റെ പരിധിയാക്കി കർഷകരെ ചൂഷണം ചെയ്യുന്ന നിലപാടാണ് ബാങ്ക് അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്നാണ് ആക്ഷേപം. വായ്പ അടച്ചു തീർക്കാനെത്തുന്നവർക്ക് ഇതുമൂലം യാതൊരുവിധ പലിശയിളവും ലഭിക്കുന്നില്ല. വായ്പ കുടിശ്ശികയുള്ള കർഷകർക്ക് അദാലത്തിലൂടെ പിഴപ്പലിശ, കൂട്ടുപലിശ ഉൾപ്പെടെ കുറവ് ചെയ്ത് പല ബാങ്കുകളും കർഷകർക്ക് ഇളവ് നൽകുമ്പോഴാണ് ദേശസാൽകൃത ബാങ്കുകൾ ലയനത്തിൻ്റെ പേരിൽ കർഷകരെ കൊള്ളയടിക്കുന്നത്. ബാങ്കുകളിൽ വിളിച്ചു വരുത്തി ചെറിയൊരു തുക മാത്രം അടച്ചാൽ വായ്പകൾ പുതുക്കി നൽകാമെന്ന് ഇടപാടുകാരെ ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ വിവിധ പേപ്പറുകളിൽ ഒപ്പിടുവെച്ച് വായ്പ പുതുക്കുന്ന ഏർപ്പാടാണ് പുൽപ്പള്ളി മേഖലയിൽ നടക്കുന്നത്. ഇത്തരം നടപടി മൂലം കർഷകർക്ക് പലിശയിളവോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത സാഹചര്യമാണുള്ളതെന്നും നടപടികൾ ബാങ്കുകൾ അവസാനിപ്പിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം സണ്ണി തോമസ് ആവശ്യപ്പെട്ടു. കൃഷിക്കാരുടെ കടങ്ങൾക്ക് 5 വർഷത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടാറുള്ളത്. SBT ബാങ്ക് SBI ലയിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവലിൻ്റെ കീഴിലുള്ള എല്ലാ ഇടപാടുകാരെയും വിളിച്ചു വരുത്തി ബോധപൂർവം വായ്പ പുതുക്കുന്നതായി കാണിച്ചുള്ള ഇടപാടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാത്ത കൃഷിക്കാർ ബാങ്കുകളുടെ ചതിയിൽ വീഴുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പനമരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹോപ്കോ ജനറൽ ബോഡി യോഗം നടത്തി. ചെയർമാൻ ടി മോഹനൻ അധ്യക്ഷനായ ചടങ്ങിൽ MLA CK ശശീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PA മുഹമ്മദ്, KV മോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വയനാടിന്റെ പ്രകൃതി സംരക്ഷണവും കെട്ടിട നിർമ്മാണവും എന്ന വിഷയത്തിൽ ലെൻസ്ഫെഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ കാലത്ത് 10 മുതൽ കൽപ്പറ്റ അഫാസ് ഓഡിറ്റോറിയത്തിൽ സംവാദം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കെട്ടിട നിർമ്മാണ നിയന്ത്രണം സംബന്ധിച്ച ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിന് തദ്ദേശ സ്ഥാപനങ്ങൾ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളാണ് നൽകുന്നത്.
ഇതിൽ വ്യക്തത വരുത്തുന്നതിനാണ് ലെൻസ്ഫെഡ് സംവാദം സംഘടിപ്പിക്കുന്നത്. CK ശശീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ജാഫർ സേട്ട്, സെക്രട്ടറി M രവീന്ദ്രൻ, ഇബ്രാഹിം പുനത്തിൽ, അഷറഫ് പൈക്കാടൻ എന്നിവർ പങ്കെടുത്തു. ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊതുജന താൽപര്യപ്രകാരമുള്ള ഒരു സംവാദമാണ് നമ്മൾ ഈ വരുന്ന 1-ാം തീയതി ഏപ്രിൽ 1 ശനിയാഴ്ച കാലത്ത് 10:30 അംഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നത്. അതിൻ്റെ ഉദ്ഘാടനം കൽപ്പറ്റ MLA ശ്രീ CK ശശീന്ദ്രൻ. സുൽത്താൻ ബത്തേരി ചുങ്കം നൂറനാൽ ഓഡിറ്റോറിയത്തിന് സമീപം ആരംഭിച്ച മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന സ്ഥാപനം തൊടുവെട്ടി തപോവനം അഗതി മന്ദിരത്തിലെ അന്തേവാസികളായ മോഹനൻ നായർ, സുജാത എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോബിൻ, ഫാദർ ഷിജു, ഫാദർ ജസ്റ്റിൻ, സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരായ ബിജു വർക്കി, ജയശ്രീ ജോർജ് എന്നിവർ പങ്കെടുത്തു. കോട്ടത്തറ മോട്ടോ സെവൻസ് ക്ലബിന്റെയും ഇൻസൈറ്റ് ക്ലബിന്റെയും നേതൃത്വത്തിൽ അഡ്വഞ്ചർ റൈഡറെ തിരഞ്ഞെടുക്കുന്നതിന് മോട്ടോർ റേസിംഗ് മത്സരം നടത്തുമെന്ന് ഡ്രൈവറും ക്ലബ്ബ് പ്രസിഡന്റുമായ മുഹമ്മദ് അലി കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 1-2 തീയതികളിൽ പനമ്പരം പാലത്തിന് സമീപം വയലിൽ പ്രത്യേകം തയ്യാറാക്കിയ ട്രാക്കിലാണ് മത്സരം നടക്കുക. ഏറ്റവും നല്ല റൈഡേഴ്സ് നമ്മുടെ നാട്ടിൽ നമുക്കറിയുന്ന ഒരുപാട് റൈഡേഴ്സ് ഉണ്ട്. വാഹനങ്ങൾ പല രീതിയിലും ഓടിക്കുന്ന ആളുകൾ. അങ്ങനെ നല്ല കഴിവുള്ള എഫിഷ്യൻ്റായ ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി മോട്ടോ സെവൻ എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് ക്ലബ്ബാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. കേരളത്തിൽ 15 പ്രോഗ്രാമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഓരോ ജില്ലകളിലും ഏറ്റവും നല്ല റൈഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന പ്രോഗ്രാമായിട്ട് ഫസ്റ്റ് ഏപ്രിൽ 1-2 പനവരത്ത് സ്റ്റാർട്ട് ചെയ്യാണ് പ്രോഗ്രാം. 15ാമത്തെ പ്രോഗ്രാമിൽ ഏകദേശം 14 കണ്ടസ്റ്റൻസാണ് ഉണ്ടാവുക ഓരോ ജില്ലാ ബേസിൽ. കോട്ടത്തറ ശ്രീ കുറുമ്പാലക്കോട്ട ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നവീകരണ കലശം ഏപ്രിൽ 2 മുതൽ 9 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ ട്രസ്റ്റി VP വിനയ്, MC കൃഷ്ണമോഹൻ, MB ചന്ദ്രപ്രഭൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. കലവറ നിറയ്ക്കൽ, പൂജകൾ, ആരാധനകൾ, ഹോമങ്ങൾ, പ്രഭാഷണം തുടങ്ങിയവ ഉണ്ടാകും. 9-ന് പ്രസാദ ഊട്ടോടെ ചടങ്ങുകൾ സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് 196 പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ചുമതല ഇനി CIമാർക്ക്. വയനാട്ടിലെ 6 സ്റ്റേഷനുകൾ പരിഗണനയിൽ. കുറ്റാന്വേഷണവും ക്രമസമാധാന പാലനവും ഇനി 2 വിഭാഗങ്ങൾ. ഉത്തരവ് ഉടൻ. വയനാട് ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. കൽപ്പറ്റ കോടതിയിൽ ജഡ്ജിക്കുന്നവരെ ചെരിപ്പേറ്. ഷൂ എറിഞ്ഞത് പോക്സോ കേസ് പ്രതി. പുൽപ്പള്ളി സ്വദേശിയെ കുട്ടത്ത് കൊല ചെയ്ത് കുളത്തിൽ കെട്ടിത്താഴ്ത്തി. മോട്ടോർ വാഹന പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. സ്വകാര്യ ബസ്സുകളും ടാക്സികളും നിരത്തിലിറങ്ങിയില്ല. KSRTC പതിവ് പോലെ സർവീസുകൾ നടത്തി. പുനരധിവാസ വാഗ്ദാനത്തിന്റെ തടവറയിൽ 300ഓളം ആദിവാസി ജീവിതങ്ങൾ. ശൗചാലയവും വീടുമില്ല. കുടിവെള്ളമില്ലാതെ 30 കുടുംബങ്ങൾ. വയനാട് ന്യൂസ് അന്വേഷണം. മീനച്ചുഴിൽ വയനാട് വെന്തുരുകുന്നു. ചൂടുകൂടാൻ സാധ്യതയെന്ന മുന്നറിയിപ്പ്. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.